എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ചിക്കമംഗളൂരിലാണ്. കർണാടകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. 3300ഓളം അടി സീ ലെവലിൽ നിന്നും ഉയരത്തിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യശ്വന്ത്പൂർ പോകാൻ പോവാണ്. ഇന്നലെ വന്ന വണ്ടിക്ക് സെയിം തന്നെ, പക്ഷേ ഇന്നലെ നമ്മൾ അധികം കാഴ്ചകളൊന്നും കാണിച്ചില്ല നിങ്ങളെ. അപ്പോൾ ഇന്ന് ഫുള്ള് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. 2013 ഈ ഒരു റെയിൽവേ ലൈൻ ഇവർ കൊണ്ടുവരുന്നത്. കടൂർ ജംഗ്ഷനിൽ നിന്നും ചിക്കമംഗളൂരിലേക്കാണ് ഈ ഒരു ലൈൻ വരുന്നത്. അപ്പോൾ ആകെ 2 വണ്ടിയുള്ളൂ ഇവിടെ. രാവിലെയും രാത്രിയിൽ മാത്രമേ വണ്ടിയുള്ളൂ. രാവിലെ 6:55 ഇവിടെ നിന്ന് ഷിമോഗയ്ക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. പിന്നെ 8 മണിക്ക് യശ്വന്ത്പൂരിലേക്ക് വണ്ടിയുണ്ട്. രാവിലെയും രാത്രിയും മാത്രം 2 എണ്ണം. അപ്പോൾ ഈ കിടക്കുന്നത് ഷിമോഗയ്ക്ക് പോകുന്ന പാസഞ്ചറാണ്. ഇത് 6:55 ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഇന്നലെ നമ്മൾ യശ്വന്ത്പൂരിൽ നിന്ന് വന്ന സെയിം വണ്ടിയാണ് ഇത് ഷിമോഗയ്ക്ക് പോകുന്നത്. എന്നിട്ട് നമ്മൾ യശ്വന്ത്പൂർ പോകുന്ന വണ്ടി ഷിമോഗയിൽ നിന്ന് വരുന്ന വണ്ടിയായിരിക്കും. ഷിമോഗയിൽ നിന്ന് ഇന്നലെ രാത്രി ചിക്കമംഗളൂർ വന്ന വണ്ടിയാണ് നമ്മൾ യശ്വന്ത്പൂർ പോകുന്നത്. ഇന്നലെ നമ്മൾ വന്ന ആ സെയിം ലോക്കോയും റേക്കുമാണ് ഇവർ ഇന്ന് ഷിമോഗയ്ക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് തന്നെയാണ് ഈ കിടക്കുന്നത്. ഇതാണ് ചിക്കമംഗളൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡാണ്. ചിക്കമംഗളൂർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചിക്കമംഗളൂർ എന്നും പറയാം ആൾക്കാർ. മീൻ സീ ലെവലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മീൻ സീ ലെവൽ, പിന്നെ അതിൻ്റെ പിൻകോഡ്. അപ്പോൾ നമ്മൾ പോകുന്ന ചിക്കമംഗളൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ ആണ് കിടക്കുന്നത്. കണ്ട കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WDG4 ഗുഡ്സ് ലോക്കോ ആണ്. പക്ഷെ നല്ല വൈകായിരിക്കും. ഈ ഡീസൽ ലോക്കോമോട്ടീവ്സിൻ്റെ ഗുഡ്സ് ലോക്കോ ഒക്കെ നല്ല പുള്ളിങ് ആണ്. WDG4 ആണ്. 12555 ആണ് ലോക്കോയുടെ നമ്പർ. അവിടെ നടുക്കുണ്ടോ ഡീസൽ ഷെഡ് SWA കൃഷ്ണരാജപുരം. അങ്ങനെയാണ് കൃഷ്ണരാജപുരം ഷെഡിൻ്റെ അന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇതിന് 2 ഫേസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ലോക്കോയുടെ ഏറ്റവും മുന്നിലത്തെ ഭാഗം തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിലിരിക്കുകയാണെങ്കിൽ ലോങ് ഹുഡ് എന്ന് പറയും. പിന്നെ ബാക്കിൽ ആ ക്യാബിൻ വരുവാണെങ്കിൽ ഷോർട്ട് ഹുഡ് എന്ന് പറയും. അപ്പോൾ ഇത് ലോങ് ഹുഡ് വരെയാണ് കടൂർ വരെ പോകുന്നത്. കടൂരിൽ നിന്ന് ഇത് തിരിയുമ്പോഴേക്കും ഷോർട്ട് ഹുഡാവും. അപ്പോൾ ലോക്കോ പൈലന്മാർക്ക് ഓടിക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്. ഇതാകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ നിന്നല്ല അവർ നോക്കേണ്ടത്. അവിടെ നിന്ന് അവരിങ്ങനെ എത്ര വിസിബിലിറ്റി ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണെന്ന് എൻ്റെ ലോക്കോ പൈലറ്റുമാർ ഇതാണ്ട് ഇതിനകത്ത് ഇരുന്നിട്ടാണ് അവർ ഏണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നോക്കി. എന്ത് ലിമിറ്റഡ് ആയിട്ടാണല്ലോ അവരുടെ കാഴ്ച. ഒന്നും മര്യാദ കാണത്തില്ല. എന്താ അല്ലേ, അവർ ഓടിക്കുന്ന ആ ഒരു ക്യാബിനാണ്. ഒരു സൈഡിൽ ലോക്കോ പൈലറ്റ് ഇരിക്കും, ഒരു സൈഡിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഇരിക്കും. കൂടുതൽ സമയം ലോക്കോ പൈലറ്റ് ആണ് ഓടിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സിഗ്നലുകൾ നോക്കും, പിന്നെ സ്പീഡ് ലിമിറ്റുകൾ നോക്കും. അങ്ങനെയാണ് അവരുടെ പണി. ഇതിൻ്റെ നെയിം ബോർഡെല്ലാം സെയിം ആണ് കേട്ടോ. നെയിം ബോർഡെല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിയും ഒരുപോലെ തോന്നും. ഈ ഒരു ഡീസൽ ലോക്കോയുടെ ഫ്യൂൽ ടാങ്ക് ആണ്, ഡീസൽ അടിക്കുന്ന ടാങ്ക് ആണെന്നുണ്ട് ഈ കാണുന്നത്. പിന്നകത്തോട്ടാണ് ഡീസൽ അടിക്കുന്നത്. നല്ല കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. ആ ഒരു WDG4 ലോക്കോയുടെ ആ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6000 ലിറ്റർ ആണ്. ഏകദേശം 6000 ലിറ്റർ. ഒന്നാലോചിച്ച് നോക്കി എന്തോരം അല്ല 6000 ലിറ്റർ. ഇതിന് മൈലേജ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാം. ഇതിനകത്ത് കുറെ സ്ലീപ്പറൊക്കെ അവൈലബിൾ പോലെ വന്നിട്ടുണ്ട്. ജനറലാണ്, പക്ഷെ സ്ലീപ്പറാണ് കൊടുത്തിരിക്കുന്നത് അവർ. നമ്മളെ ആ കരാട്ടാക്കി ആ പാസഞ്ചറിൽ അതിനകത്ത് ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് സ്ലീപ്പറിൽ യാത്ര ചെയ്യാം. സ്ലീപ്പറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ജനറലല്ലായിരുന്നു. അപ്പോൾ ഇവർ കറണ്ടൊന്നും ഓൺ ആക്കിയിട്ടൊന്നുമില്ല. ഏതെങ്കിലും ഒരു അടിപൊളി ഇവിടെ ഇരിക്കാം. ഇത് അടിപൊളി എമർജൻസി എക്സിറ്റ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആണല്ലോ ഈ ഒരു റേക്ക് മൊത്തം. അപ്പോൾ 2005 ഉണ്ടാക്കിയാണ്. 2005 പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ 2005 ഉണ്ടല്ലോ ബാക്കി നമ്പറുകളൊക്കെ എന്താണ്. അപ്പോൾ ഈ 2005 മാറ്റി നിർത്തിയാൽ ഈ 407 എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറല്ലേ. ഈ 407 401 മുതൽ 600 വരെ ഈ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുടെ നമ്പറാണ്. മനസ്സിലായോ? അതായത് ഈ 3 ഡിജിറ്റ് ഓരോ ക്ലാസ്സുകളെ സൂചിപ്പിക്കും. 401 മുതൽ 600 വരെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ക്ലാസ് ആണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ഇത് മാറ്റിയെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു നമ്പറൊക്കെ മാറ്റിയിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചില കോച്ചുകൾ, അതായത് 2018 വരെ ഇറങ്ങിയ ചില കോച്ചുകളിൽ ഇവർ ലാസ്റ്റ് ഒരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, ഈ 9 എന്ന് പറഞ്ഞ്. അത് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയത്തില്ല. ഈ സോണിനെ അല്ലെങ്കിൽ കോച്ചിങ് ഡിപ്പോനെ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റ് അറിയത്തില്ല. അത് ചില കോച്ചുകളിലൊക്കെ ഒരു 6 ഡിജിറ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കോച്ചുകളിലും ഈ 5 ഡിജിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു കോച്ചിന് 5 ഡിജിറ്റ് നമ്പറിൽ ആദ്യത്തെ 2 ഡിജിറ്റ് വർഷമാണ് സൂചിപ്പിക്കുന്നത്, മാനുഫാക്ചർഡ് ഇയർ. ബാക്കിയുള്ള 3 ഡിജിറ്റ്സിന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. AC ഫസ്റ്റ് ക്ലാസ്സിനെ ആണെങ്കിൽ 0012 to 025 വരെയാണ് അതിന്റെ നമ്പർ വരുന്നത്. പിന്നെ 026 to 050 ആണെങ്കിൽ മറ്റേ HA1 കമ്പാർട്ട്മെന്റ് ഇല്ലേ, ഫസ്റ്റ് AC കം സെക്കൻഡ് AC, അതിനാണ് 026 തൊട്ട് 050 വരെ. പിന്നെ 051 to 100 ആണെങ്കിൽ AC 2 ടയർ വരും. 101 തൊട്ട് 150 വരെയാണ് AC 3 ടയർ. 151 തൊട്ട് 200 വരെ AC ചെയർ കാർ. പിന്നെ 201 മുതൽ 400 വരെ സ്ലീപ്പർ. 401 മുതൽ 600 വരെ സെക്കൻഡ് ക്ലാസ് ജനറൽ കമ്പാർട്ട്മെന്റ്. പിന്നെ 601 മുതൽ 700 വരെയുള്ള മറ്റേ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടല്ലോ, ചെയർ കാർ പോലത്തെ നോൺ AC. ജൻശതാബ്ദിയുടെയും പിന്നെ ഈ വേനാടിൻ്റെ ഒക്കെ പോലത്തെ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ടല്ലോ, അതിനാണ്
601 മുതൽ 700 വരെ. 701 മുതൽ 800 വരെ വരുന്നത് മറ്റേ SLR ആണ്, ഈ ലഗേജ് കം ബ്രേക്ക് വാൻ ഉണ്ടല്ലോ ആ സംഭവം. പിന്നെ 801 മുതലുള്ളതെല്ലാം പാൻട്രി കാർ, പിന്നെ RMS കോച്ച്, പിന്നെ ഈ ജനറേറ്റർ കാർ, അങ്ങനത്തെ കോച്ചുകൾക്കാണ് 801 മുതൽ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ നമ്പർ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവരെല്ലാം ഒരു മിനിമം 10 സെക്കൻഡ് ഹോൺ അടിക്കുന്ന ലോക്കൽ ബെൽറ്റുമാരാണ് തോന്നുന്നു. എൻ്റെ ദൈവമേ, എത്ര നേരം ഉണ്ടായിരുന്നു ആ ഹോണ്. അപ്പോൾ നമ്മൾ ചിക്കമംഗളൂർ വരുന്ന 5 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ട് ഇവിടുന്ന് വിട്ടിരിക്കുകയാണ്. ഈ കോച്ചിൽ ഒറ്റ മനുഷ്യനില്ല, ഇവിടുന്ന് ആളാരും കയറത്തില്ല. കടൂര് അർസിക്കേരിയൊക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ കയറും. ഇപ്പം ഞാൻ മാത്രമുള്ള ഈ വണ്ടിയിൽ. അങ്ങ് ദൂരമൊക്കെ ഉണ്ട്, മലനിരകളൊക്കെ ഉണ്ടല്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ചിക്കമംഗളൂരിന് തന്നെ ഒരു ഫേമസ് ആയിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്, ഹെബ്ബെ വാട്ടർഫോൾസ്. അത് ആ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ എല്ലാം ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിഞ്ഞു, ഫുള്ള് പോളായി, പിന്നെ വയറിങ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇവർ ഡീസൽ ഓടിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് ഫുള്ള് പണി കഴിയണമായിരിക്കും. ഇനിയും കുറച്ച് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. നമ്മൾ ചിക്കമംഗളൂരിൽ നിന്ന് വിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. 2 സൈഡിലും ഇങ്ങനെ ഓരോ കൃഷികളും പിന്നെ ആ ഒരു മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. രാവിലെ നല്ല അടിപൊളി വെട്ടമാണ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു വെട്ടമാണ്. നല്ല രസമാണ് കാണാൻ 2 സൈഡിലും. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു റൂട്ടിൽ ട്രെയിനിൽ വന്നിരിക്കണം. എന്താ പറയുക, നല്ല ഈ കടൂർന്ന് ഇങ്ങോട്ടുള്ള ഒരു റൂട്ട് ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോൾ കടൂർ ഭാഗത്തോട്ട് പോകാൻ നേരത്ത് ഒരു മലയുണ്ട്. ആ മല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മലയുടെ ഇടയ്ക്കൂടെയാണ് ഈ ഒരു ട്രാക്ക് പോകുന്നത്. അപ്പം നമ്മളൊരു 2-3 വളവ് നമ്മൾ നല്ല അടിപൊളി വളവ് ഇറങ്ങുവാണ്, നമ്മൾ മല ഇറങ്ങുവാണ്. കാരണം ഈ ഒരു ചിക്കമംഗളൂർ ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഒരു 3300 അടിയോളം സീ ലെവലിൽ നിന്ന് ഉയരത്തിലാണ്. അപ്പോൾ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഇറങ്ങുവാണ്. കാരണം നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും കയറ്റം ഇറങ്ങുന്നത്. ആ ഒരു മല ഇങ്ങനെ ഇറങ്ങി നമ്മളിപ്പോൾ നേരെ കടൂർ ഭാഗത്തോട്ട് പോവാണ്. അപ്പോൾ ആ ഒരു 2-3 നല്ല വലിയൊരു വളവുണ്ട്. പിന്നെ സൈഡിലായിട്ട് ആ നല്ല അടിപൊളി കാഴ്ചകളും. നിങ്ങൾ ആ ഒരു പാലം കണ്ടു, നല്ല വലിയൊരു പാലമാണ്. ട്രെയിനിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും. നല്ല കിടിലം നല്ല വലിയ പാലം. നമ്മൾ ഈ കൊങ്കണിലൊക്കെ പോകുമ്പോൾ കണ്ടില്ല, അതേപോലത്തെ ഒരു വലിയൊരു പാലമാണ്. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവിടെ പോസ്റ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ വയറിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പാലത്തിന് സൈഡിലായിട്ട് നല്ല പച്ചപ്പും പിന്നെ ആ മലകളൊക്കെ ആയിട്ട്
സൂപ്പർ വ്യൂ ആണ് രാവിലെ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ. ഈ ഒരു റൂട്ടിലെ കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് രാവിലെ തന്നെ വന്നാലേ പറ്റത്തില്ല, കാരണം വൈകിട്ട് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഫുള്ള് നൈറ്റ് ആയിരിക്കും. ചിക്കമംഗ്ലൂരിൽ നിന്ന് വിടുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ സ്റ്റോപ്പാണ് കനിവഹള്ളി എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അപ്പോൾ ആ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് കയറാൻ, ആരും ഇല്ലെന്നാണ് പറയാം. സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കണ്ടോ, അവിടെ ഫുള്ള് എന്തൊക്കെയോ കൃഷികളാണ് അതിൻ്റെ ബാക്കിലായിട്ട് വരുന്ന കൃഷിയും പിന്നെ തെങ്ങുകളൊക്കെ ആയിട്ട്. ഈ 2 ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ടുണ്ട്. ഈ 2 പേര് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണ്ടി എവിടെ വണ്ടി നിർത്തിയാണ്ടോ. നെക്സ്റ്റ് സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് സഗരായപട്ടണം. ഉണ്ടോ, സഗരായപട്ടണം കൊള്ളാമല്ലേ? വളരെ കാം ആൻഡ് ക്വയറ്റ് ആട്ടോ, പക്ക നമ്മളൊരു ഗ്രാമത്തിൽ കൂടെ പോകുന്ന പോലെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അടുത്ത സ്റ്റേഷൻ കണ്ട് ബിസ്ലഹള്ളി. ഇത് എല്ലാം ഈ 2 പ്ലാറ്റ്ഫോമുള്ള സ്റ്റേഷൻസ് ആണ്. അതായത് ഭാവിയിൽ കൂടുതൽ വണ്ടികൾ വരികയാണെങ്കിൽ ക്രോസിംഗ് ഒക്കെ നടത്താമല്ലോ, അതിന് വേണ്ടിയായിരിക്കും ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതിലുള്ള 2 വണ്ടികളും ഫുള്ള് ജനറലാണ്, റിസർവ്ഡ് ആയിട്ടുള്ള വണ്ടികളൊന്നുമില്ല. കാരണം റിസർവ്ഡ് ആയിട്ട് ഓടിക്കാനുള്ള ദൂരം ഇല്ലല്ലോ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും. ഈ റൂട്ടിൽ ആകെ 3 സ്റ്റേഷനേ ഉള്ളൂ. ഈ ബിസ്ലഹള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇനി കടൂരാണ്, കടൂർ ജംഗ്ഷൻ. അവിടെ ലോക്കൽ റിവേഴ്സിലുണ്ട്.
ഇതേപോലത്തെ റിമോട്ടായിട്ടുള്ള ബ്രാഞ്ച് ലൈനുകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം, അവിടെയൊക്കെ പോയി വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡീസൽ ലോക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നോർത്ത് ഫ്രഞ്ച് റെയിൽവേ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉള്ള ഈ ഭാഗം ഫുള്ള് മൈസൂർ ഡിവിഷനാണ്. മൈസൂർ ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ചിക്കമംഗ്ലൂരൊക്കെ. കടൂർ ജംഗ്ഷൻ്റെ ഹോം സിഗ്നലിന് മുന്നിൽ നമ്മുടെ ലോക്കോ പൈലറ്റ് വണ്ടി ചവിട്ടിയിരിക്കുകയാണ് കണ്ടോ. ഇനി അത് ഓറഞ്ച് വീഴാതെ എടുക്കത്തില്ല. ഞാൻ ഇങ്ങോട്ടിപ്പോൾ എടുത്ത് ധൃതി പിടിച്ച് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ദിവസം ഉണ്ടായിരുന്നു എനിക്ക് വെറുതെ വീട്ടിലിരിക്കണമെന്ന് വെച്ചിട്ടാണോ. രണ്ടാമത്തെ കാര്യം, ഈ ഡീസൽ ട്രെയിൻസ് ഇതിലെ ഇപ്പം വൈകാതെ നിർത്തും. കാരണം ഇലക്ട്രിഫിക്കേഷൻ പണിയൊക്കെ ഫുൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത് ഇനി അടുത്ത ചാൻസിന് വരാൻ പോയാൽ ചിലപ്പം ഇലക്ട്രിക് ആയിരിക്കും. അപ്പോൾ ഡീസൽ ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ കഴിവതുമൊക്കെ ഡീസൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ. കാരണം ഡീസൽ ട്രെയിൻസൊക്കെ ഇനി അധികം നാൾ കാണത്തില്ല, എല്ലാം അടച്ചു പൂട്ടുക. സിഗ്നൽ വീണ് വണ്ടി എടുത്തു, ഇനി നേരെ ഇനി സ്റ്റേഷനിലേക്ക് പോകും. ഓറഞ്ച് വീണ എല്ലാവർക്കും അറിയാമല്ലോ, പയ്യെ പോകണമെന്നാണ് അർത്ഥം. ഓറഞ്ച് വീണ് ഇനി നേരെ ഇനി സ്റ്റേഷനിൽ കയറിയിട്ട് ഇനി ലോക്കോ തിരിക്കും ഇനി അവർ. അങ്ങനെ കടൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. കടൂർ ജംഗ്ഷൻ. അപ്പോൾ ഇനി ഇവിടെ എന്തായാലും ഒരു 10-15 മിനിറ്റ്, 10-15 അല്ല അതിക്കുള്ളൂ, 20 മിനിറ്റ് എന്തായാലും സ്റ്റോപ്പ് ഉണ്ടാവും. നമുക്കപ്പോൾ രാവിലെ എന്തെങ്കിലും ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് നോക്കണം. ഇവിടെ ആകെ ഈ ഒറ്റ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇഡ്ഡലി ഉണ്ട്, പുല്ലാവുണ്ട്. അപ്പം ഇഡ്ഡലി വാങ്ങിക്കാം. 4 ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിയും 4 ഇഡ്ഡലിക്ക് 40 രൂപ. ഇവിടെ ലോക്കോ ഉണ്ട്, റിവേഴ്സ് അടിക്കാനുണ്ട്. ഇത് ഷോർട്ട് കട്ടാണ്. ഈ ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ട്, ദേമേ കിടിലൻ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ചമ്മന്തിയാണ്, നല്ല എരിവുണ്ട്, കഴിക്കാൻ അടിപൊളി. ലോക്കോ റിവേഴ്സിലൊക്കെ കഴിഞ്ഞ് 9:30 ആയപ്പോൾ തന്നെ നമ്മുടെ യശ്വന്ത്പൂർ എക്സ്പ്രസ് ഇവിടെ കടൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ലൈനാണ് ഈ കാണുന്നുണ്ട്, ചിക്കമംഗ്ലൂരിൻ്റെ വന്ന ലൈന്. ഇപ്പം നമ്മൾ നേരെ അർസികേര ഭാഗത്തോട്ടാണ് പോകുന്നത്. ഈ കടൂർ കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ നല്ല സ്പീഡാണ്, 100+ ഒക്കെയാണ് സ്പീഡ്. നല്ല പോക്കാണ് പോകുന്നത്. എല്ലാ വണ്ടികളും നല്ല സ്പീഡാണ് ഈ ഒരു ഭാഗത്ത്. ഡബിൾ ലൈനും കൂടെ ആണ്. പുറത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എന്തൊക്കെയോ കൃഷികളൊക്കെ നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്കായിട്ട്. ഫുള്ള് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. വണ്ടിക്കകത്ത് ആരും കയറിയിട്ടില്ല. അർസികേരെങ്കിലും ആകുമ്പോൾ ആരെങ്കിലും കയറുമായിരിക്കും, ആർക്കറിയാം എന്താന്ന്. ഇന്നലെ വന്ന സെയിം റേറ്റ് ആണ് കേട്ടോ, 95 രൂപയാണ് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ. രസം കേൾക്കാം. ഈ വണ്ടി ചിക്കബൻവാല ഉണ്ടല്ലോ, ബാംഗ്ലൂരിന് അടുത്തുള്ള സ്റ്റേഷൻ, യശ്വന്ത്പൂരിന് അടുത്തുള്ള സ്റ്റേഷൻ, അവിടെ 12:45 ടൈം. യശ്വന്ത്പൂരിലെ ടൈം 2:30 ഇതിനൊക്കെ 2:30 ആകുമ്പോഴേ അടുത്തുള്ളൂ. കാരണം ഇന്നലെ വന്നത് 2 മണിക്കാണ്. അപ്പോൾ ഈ 2 മണിക്ക് അവിടെ എത്തിയാൽ മതി. കടൂര് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റോപ്പാണ് ദേവനൂർ. ദേവനൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതിനെല്ലായിടത്തും ഇങ്ങനെ സ്റ്റോപ്പുണ്ട്. പണ്ട് പാസഞ്ചർ ആയിരുന്ന വണ്ടി ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അർസികേര ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 WAG-9 ട്വിൻസ് വെച്ചൊരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്. ആ ഫ്ലൈറ്റിനകത്ത് ഒന്നുമില്ല. എനിക്കൊന്ന് റെയിൽ കൊണ്ടുപോകുന്ന ഐറ്റമാണ്, പക്ഷെ അതിനകത്ത് റെയിലൊന്നും ഇല്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു ഈ ഹാസൻ ജംഗ്ഷനിലേക്കൊക്കെ ഉള്ള ലൈന് തിരിയുന്ന ഒരു സ്റ്റേഷനാണ് ഈ അർസികേര ജംഗ്ഷൻ. അർസികേര നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ ഇഷ്ടംപോലെ ഇഡ്ഡലി വട ആൾക്കാരൊക്കെ ഉണ്ട്. ഇഡ്ഡലി വട ഇഡ്ഡലി വട, ബിസ്ക്കറ്റ്, വെള്ളം. ഇഡ്ഡലി വട എന്ന് പറയുമ്പോൾ എനിക്ക് ഋഷി ഓർമ്മ വരും. ഇഡ്ഡലി വട. നിങ്ങൾ ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ട്രെയിനിൽ നിന്ന് ദയവേത് ചായ മേടിക്കരുത്. വാട്ട ചായ ആയിരിക്കും. ഈ സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ചായയൊക്കെ പിന്നെയും കൊള്ളാം. ഇപ്പോൾ അർസികരുന്ന് വാങ്ങിച്ച ചായയാണ്, മറ്റേ ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു മസാല ടീയാണ്, കൊള്ളാം. ഒരു ഡെമോ ട്രെയിൻ വരുന്നുണ്ടോ, ഡെമോ ട്രെയിൻ. ഇത് തുംകൂറിന് അർസികേര വന്ന ഡെമോ ആയിരുന്നു. ഇപ്പം എങ്ങോട്ട് പോകാമെന്ന് എനിക്കറിയത്തില്ല. ഡെമോ ഇപ്പം ഇവിടെ ഉള്ള ആൾക്കാർക്ക് മൈസൂർ പോകണമെങ്കിൽ ബാംഗ്ലൂർ വഴി പോകുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ ഹാസൻ വഴി പോകുന്നത്. ഈ ഹാസൻ, പിന്നെ കൃഷ്ണരാജസാഗര, മൈസൂർ, അങ്ങനെ ഈ 3 സ്ഥലങ്ങൾക്കുള്ള പോകാനുള്ള ആൾക്കാർ ഈ അർസികേരയിൽ ഇറങ്ങും. അവിടെ ഒരു പഴയ ഒരു ആൽക്കോ ലോക്കോമോട്ടീവ് കിടക്കുന്നതാണ്ടോ, കൃഷ്ണരാജപുരം ഷെട്ടിനാണ്. നല്ല പഴക്കമുള്ളൊരു ലോക്കോ ആണ് കേട്ടോ. അത് ഈ ഷണ്ടിങ് ഡ്യൂട്ടി മാത്രമേ അത് ഏറ്റെടുക്കത്തുള്ളൂ.
ഇവിടെ കോച്ച് കെയർ സെൻ്റർ ഒക്കെ ഉണ്ടോ. മൈസൂർ ഡിവിഷൻ്റെയാണ് ഈ അർസിക്കരയൊക്കെ. ഇപ്പോൾ ഇവിടെ കോച്ച് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു അവിടെ കോച്ച് കെയർ സെൻ്റർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ആരും ഇല്ലാതെ ഓടുന്ന കാണുമ്പോൾ കഷ്ടം തോന്നും. ശരിക്കും എന്ത് നഷ്ടമല്ല ഈ ഇങ്ങനത്തെ വണ്ടികളൊക്കെ റെയിൽവേ ഓടിക്കുമ്പോൾ. അവർക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം ഒന്നാമത് ഈ അൺറിസേർവ്ഡ് ഈ ജനറൽ മാത്രമുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്നത് നഷ്ടമാണ്. പിന്നെ ആരും കയറാതെ വരുമ്പോൾ ഒന്നുകൂടെ നഷ്ടമല്ലേ. അത് ഈ ഡീസൽ വെച്ച് ഓടുമ്പോൾ എന്ത് നഷ്ടമല്ല. ഇതൊക്കെ വൈകാതെ നിർത്തും. കാരണം ഇതൊക്കെ ഇലക്ട്രിഫിക്കേഷനൊക്കെ കഴിയുമ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ മെമു ആക്കും അല്ലെങ്കിൽ നിർത്തും. അറിയില്ലേ, ചിലപ്പോൾ ആ ചിക്കമംഗ്ലൂർ പോകുന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓടിക്കുന്നത്. പൊന്നാവള്ളി റോഡെന്നാണ് ഈ സ്റ്റേഷൻ കണ്ടോ, പൊന്നാവള്ളി റോഡ്. ഈ കോച്ച് എനിക്ക് തോന്നും ഏതോ പഴയ ഇവിടുത്തെ ഏതോ വണ്ടിയുടെ സ്ലീപ്പർ അത് ഓടിപ്പഴുകി എൻ്റെ LHP ആയി കാണിപ്പോൾ ആ വണ്ടി. ആ വണ്ടിയുടെ ഏലും കോച്ചായിരിക്കും മിക്കവാറും. കാരണം വൻ ശോകാവസ്ഥയിലുള്ളൊരു സ്ലീപ്പർ കോച്ചാണിത്. അവിടെ ഇവിടെ എല്ലാം ഇളകിയിരിക്കുകയാണ്. എന്തായാലും ഇതിനകത്ത് ആരുമില്ല. അപ്പം പിന്നെ ഞാൻ ബർത്തൊക്കെ നീട്ടിയിട്ട് നല്ല വിസ്തരിച്ച് ഇങ്ങനെ ഇരിക്കാമല്ലോ. ജനറലിൻ്റെ പൈസക്കൊക്കെ ഇങ്ങനെ കിടന്നു പോകാൻ പറ്റുന്ന സ്ലീപ്പറൊക്കെ കിട്ടുമ്പോൾ വൻ ലോട്ടറിയാണ്. നമ്മൾ കണ്ടിപ്പോൾ തിപ്തൂർ എത്തിയാണ്. തിപ്തൂർ അർസിക്കര കഴിഞ്ഞാൽ പിന്നെ ഉള്ള അടുത്ത ഒരു വലിയ സ്റ്റേഷനാണ് തിത്തൂർ എന്ന് പറയുന്നത്. തിത്തൂർ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഈ അൺറിസേർവ്ഡ് വണ്ടികളുണ്ടല്ലോ, അതിൽ ഇതേപോലെ ഉപയോഗിക്കാത്ത സ്ലീപ്പറൊക്കെ എടുത്തിട്ട് ഇതേപോലെ ജനറൽ ആക്കി കൊടുക്കണം. അടിപൊളിയല്ലേ, കിടന്നു പോവാം. സ്ഥലത്തിന്റെ പേരുണ്ട് കർഡി. കരടിയല്ല കേട്ടോ, കർഡി കർഡി. ഇതുപോലെ എല്ലായിടത്തും നിർത്തി ആളൊന്നും കയറാതിരുന്ന ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ആ കൊല്ലം ഇങ്ങോട്ടാ. ലാസ്റ്റ് റെയിൽവേക്ക് ബോധോദയം ഉണ്ടായപ്പോൾ അത് നിർത്തിക്കളഞ്ഞ്. ഇതൊക്കെ നിർത്തും വെക്കാറുടനെ അല്ലേ. കൊടുങ്കാറ്റ് ഐറ്റം മറ്റേ ബാംഗ്ലൂരിൽ ഷിമോഗയ്ക്ക് പോകുന്ന ഒരു ഇന്റർസിറ്റി വണ്ടിയുണ്ട്, LSP ആണ്. അതിൻ്റെ പുറകിലൊരു വിസ്റ്റഡോം ഒക്കെ ഉണ്ട്, കണ്ടായിരുന്നോ? നമ്മൾ ചിക്കമംഗ്ലൂരിൽ നിന്ന് വന്നില്ലേ, ചിക്കമംഗ്ലൂരിൽ നിന്ന് ബേലൂർ എന്ന സ്ഥലമുണ്ട്. ബേലൂർ ചെന്നകേശവ ടെമ്പിൾ എന്നൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബേലൂരിൽ നിന്ന് ഹാസൻ ലൈനിലേക്ക് ഒരു റെയിൽവേ ഒരു പ്രൊപ്പോസൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പം കറണ്ട് സ്റ്റാറ്റസ് ഒന്നും അറിയത്തില്ല, പണിയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രൊപ്പോസലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ വന്നാൽ ഈ ഹാസനിൽ നമുക്ക് ഡയറക്റ്റ് ചിക്കമംഗ്ലൂർ പോകാൻ പറ്റും. ഇപ്പോൾ ഈ ഹാസനിൽ ഇപ്പോൾ വരുവാണെങ്കിൽ ഈ അർച്ചിക്കേര വഴി വേണ്ട പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഒരു പ്രൊപ്പോസലൊക്കെ ഉണ്ട്. ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഒരു ബാഗാണ് എടുക്കാറുള്ളത്. ഈ ബാഗിനകത്ത് മെയിനായിട്ട് എൻ്റെ തുണികളുണ്ടാവും, പിന്നെ എൻ്റെ ചാർജറുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ഇതെൻ്റെ ക്യാമറയാണ്, കണ്ടോ, ആൽഫയുടെ 7C ക്യാമറയാണ്. ട്രെയിനിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ കോഡുണ്ട്. ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് നമ്മളൊരു മുറിയിലല്ല എവിടെയെങ്കിലും ചെന്നാൽ ഒരു പ്ലഗ് കുത്താനുള്ള ഒരു സ്ഥലം മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ കോഡ് വാങ്ങിച്ചാൽ നമുക്കൊരു 3 എണ്ണമൊക്കെ കുത്താം. അപ്പോൾ ഇത് ചെറിയാണ്, വലിയ പൈസയൊന്നുമില്ല. ബെൽക്കിൻ്റെ ആണ് ഇത്, ബെൽക്കിൻ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അടിപൊളി ഐറ്റം ഇത്. പിന്നെ എപ്പോഴും എൻ്റെ ഈ ബാഗിൻ്റെ 2 സൈഡിലും വെള്ളം കാണും. വെള്ളം വാങ്ങിച്ചിട്ട് എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. കാരണം വെള്ളം അത്യാവശ്യമുള്ളൊരു ഐറ്റം അല്ലേ, അതുകൊണ്ട് വെള്ളം എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത്രയും വിലപിടിപ്പുള്ള ഐറ്റം ഒക്കെ ഉള്ളതാണ് കൂടുതൽ AC എടുക്കുന്നത്. പിന്നെ അത്രയ്ക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ സ്ലീപ്പർ എടുക്കാറുള്ളൂ. ഈ റൂട്ടിൽ ട്രാക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഇങ്ങനെ റോളർ കോസ്റ്റർ പോലെ കേട്ടോ. ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെയും കയറുകയാണ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ ഏകദേശം അടുക്കാറായി. ബാംഗ്ലൂരിന് അടുത്തുള്ളൊരു സിറ്റിയാണ് തുംകൂര്. നമ്മളങ്ങനെ തുംകൂർ അല്ലെങ്കിൽ തുമക്കുരു എന്നാണ് ശരിക്കുമുള്ള പേര്. തുമക്കുരു എത്താറായി. അപ്പം തുംകൂര് സിറ്റി ഏരിയ ഒക്കെയാണ് ഈ കാണുന്നത്. ഹൂബ്ലി ഭാഗത്തുനിന്ന് പിന്നെ ഈ കർണാടകയുടെ നോർത്ത് ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ബൈ റോഡ് വരുവാണെങ്കിലും നമ്മൾ തുംകൂര് വഴിയാണ് ബാംഗ്ലൂർ പോകുന്നത്. ഇവിടെ എന്തോ ഓവർടേക്ക് മണക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ലൂപ്പ് ട്രാക്കിലേക്കാണ് ഇവർ കയറ്റിയത് തുംകൂറിലേക്ക്. മിക്കവാറും
പുറകിലൊരു ഏതൊരു സിദ്ധഗംഗ അങ്ങനത്തെ ഒരു വണ്ടി വരുന്നുണ്ട്. അത് മിക്കവാറും കയറിപ്പോയി ഇവിടെ വെച്ചിട്ട്. അപ്പം ഇതാണ് തുംകൂർ സ്റ്റേഷൻ. ആ കിടക്കുന്നത് ഇവിടെ തുംകൂറിന് ചാമരാജ് നഗർ ഉണ്ടല്ലോ, ഈ മൈസൂർ കഴിഞ്ഞിട്ട് നഞ്ചങ്കോടൊക്കെ കഴിഞ്ഞ് പോകുന്നൊരു സ്ഥലം, അങ്ങോട്ടേക്ക് പോകുന്നൊരു പാസഞ്ചറാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇവിടെ നിന്ന് ബാംഗ്ലൂർ മൈസൂർ വഴിയാണ് പോകുന്നത്. ഓവർടേക്ക് തന്നെ കേട്ടോ. സിദ്ധഗംഗയുടെ അനൗൺസ്മെൻറ്റ് വന്ന്, അപ്പോൾ അതിപ്പോൾ കയറിപ്പോവും. അത് ധാർവാഡെന്ന് ബംഗളൂരു വരെ പോകുന്നൊരു വണ്ടിയാണ് സിദ്ധഗംഗ സൂപ്പർ ഫാസ്റ്റ്. ഞാൻ ആ വണ്ടി ഇറങ്ങി ഗൈസ്. വെറുതെ അതിനകത്തിരുന്ന് വട്ടി പിടിക്കും, ഒറ്റ മനസ്സില്ല. ഞാൻ ഈ സിദ്ധഗംഗ എന്ന വണ്ടിക്ക് കയറി. ഇനി യശവന്ത്പൂർ. ഇനി യശവന്ത്പൂർ കുറച്ചേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു മണിക്കൂറേ ഉള്ളൂ. ഈ വണ്ടിക്ക് കയറിയാൽ ഞാൻ ഒരു 2 മണിക്കൂറിലെത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാം. അതുകൊണ്ട് സിദ്ധഗംഗ എക്സ്പ്രസ് വരുന്നുണ്ട്. ഇത് ഇലക്ട്രിക് ആട്ടോ ഈ വണ്ടി സിദ്ധഗംഗ. കൃഷ്ണരാജപുരം ഷെട്ടിൻ്റെ ഒരു WAP7 ലോക്കുമാണ് കേട്ടോ. ഇത് കുറച്ച് ആഴ്ച മുമ്പ് വരെ ഇത് ഡീസലായിരുന്നു. ഇപ്പോൾ അത് ഇലക്ട്രിക് ആക്കി. ഹൂബ്ലിയുടെ ട്വിൻ സിറ്റി ആണ് ഈ ധാർവാഡെന്ന് വരുന്നൊരു വണ്ടിയാണ്. ഫുള്ള് പരസ്യം ഇട്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കർണാടക ഗവൺമെന്റിന്റെ എന്തോ പരസ്യം എന്ന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിതിന്റെ ജനറൽ പുറയിലാണ്. ഇതൊക്കെ ചെയർക്കാറാണ്. നമുക്കിനി ജനറലിൽ പോയി കയറാം. യെസ്, ഇതാണ് സിദ്ധഗംഗ എക്സ്പ്രസ്. ആരും ഇല്ല, തിരക്കൊന്നുമില്ല, കുറവാണ്. മറ്റേ സെക്കൻഡ് സിറ്റിംഗ് പോലത്തെ ജനറലാണ് കേട്ടോ. നമുക്ക് ഇരിക്കാൻ നല്ല സീറ്റൊക്കെയാണ്. ഇതിൻ്റെ ജനറൽ കോച്ച് ഉണ്ടോ, കിട്ടിലൻ കോച്ച് നോക്കി. നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള കോച്ചുണ്ടോ. എങ്ങും ഒരു വൃത്തികേടില്ല. മറ്റേ ആ ട്രെയിനേക്കാട്ട് കിടിലൻ കോച്ച് ഇതിൻ്റെ. നമ്മൾ വന്ന ചിക്മംഗ്ലൂർ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അതിനെ ഓവർടേക്ക് അടിക്കുകയാണ്. ഇത് സ്ഥിരം ഈ പരിപാടിയാണ്. കാരണം ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂറോളം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം 2:30 ആകുമ്പോൾ ഇത് യശ്വന്ത്പൂർ എത്തിയാൽ മതി ഈ വണ്ടി. അപ്പോൾ ടാറ്റ ബൈ. പിന്നെ അതങ്ങ് ഒറ്റ മനുഷ്യൻ പോലും ഇല്ല ഈ വണ്ടിക്കകത്ത്. എനിക്കാണ് ഇരുന്നിരുന്ന് ഭ്രാന്ത് പിടിച്ച്. അപ്പോൾ ടാറ്റാ. ഈ വണ്ടി ഒരു രക്ഷയിലാണ്. കിടിലൻ വണ്ടി. നല്ല കോച്ചുമാണ്, നല്ല വിടിലുമാണ്, നല്ല സ്പീഡാണ് വണ്ടിക്ക്. ഇവിടെ നിന്ന് തുംകൂർന്ന് വിട്ടാൽ പിന്നെ ഇതിന് നേരെ യശ്വന്ത്പൂർ മാത്രമേ സ്റ്റോപ്പുള്ളൂ. പിന്നെ KSR ബംഗളൂരു. എന്തായാലും ഈ ജനറൽ കോച്ച് എന്നെ ഞെട്ടിച്ചളഞ്ഞു. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ജനറൽ കോച്ച് ആദ്യമാണ് ഞാൻ കാണുന്നത്. ഇത് ഈ വണ്ടി മെയിൻ്റനൻസ് മൈസൂരിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ഗോൽഹള്ളി എന്ന സ്ഥലത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ. ഇത് കർണാടകയുടെ ഭാരത് ഗൗരവാണ്. കാശി ദർശനാണ് ഈ വണ്ടിയുടെ പേര്. ഇത് ഇവിടെ നിന്ന് ഗയ, പിന്നെ പ്രയാഗ്രാജ്, അയോധ്യ, വാരണാസി ഈ 4 സ്ഥലങ്ങളിലേക്കും ഇവിടെ കർണാടകത്തിൽ നിന്ന് പോകുന്ന വണ്ടിയാണ് ഭാരത് ഗൗരവ്. ഉണ്ടോ, നല്ല സ്ഥലം കാണാൻ. കർണാടകത്തിലെ ഓരോ അമ്പലങ്ങളുടെ ഗ്രാഫിക്സ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത് രംഗനാഥ സ്വാമി ടെമ്പിൾ ശ്രീരംഗപട്ടണ, ആ ഒരു അമ്പലത്തിൻ്റെ ഒരു തീമാണ് ഈ ഒരു കോച്ചിൽ. പിന്നെ അപ്പുറത്തെ കോച്ചിൽ ഹംപിയിലെ അമ്പലങ്ങളുടെയാണ്. കണ്ടോ, ഹംപിയിലെ ടെമ്പിൾസിൻ്റെയാണ് അപ്പുറത്തെ കോച്ചിൽ. അങ്ങനെ ഓരോ കോച്ചിലെ ഓരോ സ്ഥലങ്ങളുടെ അമ്പലങ്ങളുടെ തീമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളീ പോകുന്ന സിദ്ധഗംഗ എന്ന വണ്ടി ഉണ്ടല്ലോ, ഇത് മൈസൂർ പോവും. മൈസൂർ പോകുന്ന വോഡയാർ സൂപ്പർ ഫാസ്റ്റ് എന്നാണ്, ആ പേരിലാണ് പോകുന്നത്. പിന്നെ ഇത് തലകുപ്പ പോവും, തലകുപ്പ ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞ്. പിന്നെ ധാർവാഡ് പോവും. ധാർവാഡ് പോകുന്നതാണ് സിദ്ധഗംഗ എന്ന് പറഞ്ഞ പേരിൽ പോകുന്നത്. അങ്ങനെ 2-3 അടുത്ത് പോകുന്ന വണ്ടിയാണിത്. യശ്വന്ത്പൂർ എത്താറായി. അതിന് മുമ്പുള്ള ചിക്കബന്നവാര സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല വണ്ടിക്ക്, പക്ഷേ ഇവിടെ ഇങ്ങനെ സ്ലോ ചെയ്താണ് പോകുന്നത്, കാരണം എത്താറായില്ലേ. ഇവിടെ പിടിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി. ഇനി ഏത് കാലത്ത് ഇത് എടുത്തോണ്ട് പോകുന്ന ആർക്കറിയാം. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഇത് അങ്ങോട്ട് പോകുന്ന സിദ്ധഗംഗ എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂരിൽ നിന്ന് ധാർവാഡ് പോകുന്ന സിദ്ധഗംഗ എക്സ്പ്രസ്. അയ്യോ, അങ്ങനെ അവിടെ ഇവിടെ എല്ലാം പിടിച്ചിട്ട് ലാസ്റ്റ് യശ്വന്ത്പൂർ എത്തിയിരിക്കുകയാണ്. യശ്വന്ത്പൂർ. ഈ വണ്ടി KSR ബംഗളൂരു വരെയുള്ള വണ്ടിയാണ്.
അപ്പോൾ ഇതിനി പിന്നെയും ഉരുട്ടിയായിരിക്കും ബാംഗ്ലൂർ വരെ പോകുന്നത്. ഞാനിവിടെ ബാംഗ്ലൂർ വന്ന് എപ്പോഴും ഇവിടെ മല്ലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ ഫ്രണ്ടിലൊരു രാഘവേന്ദ്ര സ്റ്റോഴ്സ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ഉഴുന്നുവടയും ചായ പിടിക്കും. അപ്പോൾ ഉഴുന്നുവട മേടിച്ചിരിക്കുകയാണ്. ഈ ഉഴുന്നുവടയ്ക്ക് അസാധ്യ ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നല്ല അടിപൊളി ഒരു കടയാണിത്. ഇവിടെ ബാംഗ്ലൂർ വരുമ്പോൾ എൻ്റെ ഒരു സ്ഥിരം റൂട്ടീനാണ് എവിടെയൊക്കെ പോയി കറങ്ങിയിട്ട് വരും. കാരണം രാവിലെ ബാംഗ്ലൂർ വന്നാൽ പിന്നെ രാത്രിയിലെ വണ്ടിയുള്ളൂ, അതുകൊണ്ട് എവിടെയും പോയി കറങ്ങിയിട്ട് വരും. ഈ മല്ലേശ്വരം സ്റ്റേഷനിൽ നിന്നിട്ട് പുറത്ത് പോയി ഉഴുന്നുവട കഴിക്കും, പിന്നെ ചായ കുടിക്കും. എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് നേരെ ട്രെയിൻ പിടിച്ച് ബാംഗ്ലൂർ പോവും. ബാംഗ്ലൂർ മറ്റേ സിറ്റി സ്റ്റേഷനിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് ഐലൻഡിൻ്റെ സെക്കൻഡ് എസിക്ക് സൈഡ് ലോറിൽ പോകും. ഇതൊരു സ്ഥിരം റുട്ടീനായിപ്പോൾ. ഇവിടെ വൈകിട്ട് എല്ലാവരും ഇവിടുത്തെ നടക്കാൻ വേണ്ടിയാണ്. ഇവിടെ ട്രെയിനിൽ കയറാൻ വേണ്ടി വളരെ ആൾക്കാർ കുറച്ച് വരാറുള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ നടക്കാൻ വരുന്ന ടീംസാണ്. ഈ മല്ലേശ്വരം സ്റ്റേഷനിൽ ഈ 2 ലൈനും ബൈ ഡയറക്ഷണൽ ലൈനാണ്. അതായത് ഈ 2 ലൈനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻസ് പോകും. ഇപ്പോൾ ഈ 2 സിഗ്നലുണ്ടോ അങ്ങ് ദൂരെ, ആ 2 സിഗ്നൽ 2 ട്രാക്കിന് വേണ്ടിയുള്ളതാണ്. അപ്പം അങ്ങോട്ടും ഒരുമിച്ച് പോവും, ഇങ്ങോട്ടും ഒരുമിച്ച് പോവും. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പാരലായിട്ടുള്ള ഓട്ടവും കാണാൻ പറ്റും. ഇപ്പോൾ ഹാസന് ബാംഗ്ലൂർ വരെയുള്ളൊരു ഡെമോ ഉണ്ട്, ഹാസൻ ബംഗളൂരു. അതിപ്പോൾ സോൾദേവനഹള്ളി എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേഷൻ ആയിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ അതൊരു 10 മിനിറ്റിൽ ഇവിടെ വരും. ഇത് ഹാസൻ ഡെമോ അല്ല കേട്ടോ, ഇത് തുംകൂർന്ന് വരുന്ന ഒരു മെമു ആണ്. ഹാസൻ ഡെമോ ഇതിന്റെ പുറകിലാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി കയറി ബാംഗ്ലൂർ പോവാം. യെസ്, അങ്ങനെ ഉത്കൃഷ്ട മെമുവിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ഉത്കൃഷ്ട മെമു ഇന്നെന്തോ ഭാഗ്യത്തിന് എങ്ങും പിടിച്ചിട്ടില്ല ഈ സാധനം. നേരെ വന്ന് ബാംഗ്ലൂർ കയറി. എന്തായാലും കൊള്ളാം. വെറും 5 മിനിറ്റ് താഴെ നമ്മൾ എടുത്തുള്ളൂ. ഇവിടെ ഞാൻ ഒരു കണ്ട കാഴ്ചയാണ്. ഈ വണ്ടി മൈസൂർ വന്നൊരു വണ്ടിയാണ്. അതിൻ്റെ ലോക്കോയിൽ ആ ലോക്കോ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിടുമ്പോൾ ആൾക്കാർ വന്ന് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാണ്ട് റെയിൽവേ ആൾക്കാരല്ല അത് എഴുതി വെക്കുന്നത്. എന്തൊക്കെയാണ് എഴുതി, വായിൽ നല്ല തെറി വരുന്നുണ്ട്. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കുക ആ ലോക്കോയിൽ. കഷ്ടം തോന്നുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഐലൻഡ് എക്സ്പ്രസിൻ്റെ ലോക്കോ പിടിപ്പിക്കാൻ പോവാണ്. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WAP7 ലോക്കോ ആണിത്. ഐലൻഡിന്റെ സ്ലീപ്പറൊക്കെ കണ്ടോ, വെട്ടിത്തിളങ്ങുന്ന പാർക്ലിംഗ് സ്ലീപ്പർ കോച്ചാണ് കേട്ടോ, അടിപൊളി. ഈ SWRന്റെ ഈ LHP വണ്ടികളൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, പക്ക നീറ്റ്. നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ഇപ്പോൾ വിട്ട് കൃഷ്ണരാജപുരമൊക്കെ ആയി. അപ്പോൾ എൻ്റെ കോച്ചിനെ ഞാൻ കാണിച്ചില്ലായിരുന്നു എൻ്റെ കോച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ച് A1 വേണ്ടി ഇവിടെ സൈഡ് ലെവലിലാണ് ബർത്ത്. ഐലൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫുൾ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ കുറച്ച് മടി, നടന്നല്ല. അപ്പം ഒരു സംഭവം ഉണ്ടായി. അതായത് എന്നോടൊരു പുള്ളി പറഞ്ഞാണ്, ഇവിടെ ഒരു കൃഷ്ണരാജപുരം സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ വെച്ച് ഒരു പുള്ളിക്കാരി ലാപ്ടോപ്പ് ബാഗ് കൊണ്ട് അവിടെ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു ട്രെയിൻ പാസ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴേക്കും ഏതോ ഒരു ബംഗാളി എന്തെന്നു അവൻ വന്നിട്ട് ഈ ലാപ്ടോപ്പ് ബാഗും വേറെന്തോ ബാഗും ഒക്കെ എടുത്തുകൊണ്ട് ആ ട്രെയിനോട് കയറി നിന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് തട്ടിപ്പറിച്ചുണ്ട്. അപ്പോൾ ഈ കൃഷ്ണരാജപുരം ഈ ബാംഗ്ലൂർ ഏരിയയിലൊക്കെ സ്ഥിരമാകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ട്രെയിനിൽ കയറാൻ നിൽക്കുവാണെങ്കിൽ ഈ ബാഗും പിടിച്ചുകൊണ്ട് എന്താ പറയുക, ഒന്നെങ്കിൽ ബാഗിൽ കൈ വേണം, അല്ലെങ്കിൽ ബാഗ് വെച്ചിട്ട് അവിടെ ഇടം പോകരുത്, നോക്കി വേണം. രാവിലെ നല്ല അടിപൊളി ഒരു സീൻ കിട്ടി. ബഹ്റിൻ നിന്ന് കൊച്ചി വരെ വരുന്ന ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ Boeing 737 വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ ആലുവെത്താറായി. കേരളത്തിൽ ഗുഡ്സ് ട്രെയിൻ ഉണ്ട് ഗൈസ്, സ്റ്റേ കിടക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഇതൊരു BCNA ഫ്ലൈറ്റ് ആണ്. RC ഷെട്ടിൻ്റെ ഒരു WG9 ആണ് ഇതിനെ വലിക്കുന്നത്. കണ്ടോ, ITRC എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ITRC. ആ ഗുഡ്സിൻ്റെ ലോക്കോപ്പയിലിട്ട് ഒരു ചേച്ചിയായിരുന്നു കേട്ടോ, ഞാനത് കണ്ടായിരുന്നു. ഞാൻ കുഞ്ഞ് ഗുഡ്സ് ട്രെയിൻ ആണ്ടോ, ഇത്രേ ഉള്ളൂ വലിപ്പം, ചെറിയ ഗുഡ്സ് ട്രെയിൻ. നമ്മൾ കോട്ടയത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു ഡെക്കറേറ്റഡ് ലോക്കോ ഒക്കെ വെച്ചുള്ളൊരു ട്രെയിൻ കിടക്കുന്നുണ്ടോ. ഇത് ഹൂബ്ലിയിൽ നിന്ന് കോട്ടയം വരെ വന്ന ഒരു ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ.
അടിപൊളിയല്ലേ? സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഒരു വണ്ടിയാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ. അപ്പം അവർ ഹൂബ്ലിയിൽ നിന്ന് കോട്ടയം വരെ, ഞാൻ ഈ വണ്ടിക്ക് ഞാൻ ടിക്കറ്റ് നോക്കിയാണ്, പക്ഷേ ഈ വണ്ടിക്ക് ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു തിരിച്ചു വരാനുള്ളടുത്ത്. ഞാൻ ഇന്നലെ വന്ന ആ സെയിം ഡേറ്റ് തന്നെയായിരുന്നു, പക്ഷേ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു ഈ വണ്ടിക്ക്. 2 AC കമ്പാർട്ട്മെൻറ്റും ബാക്കിയെല്ലാം സ്ലീപ്പറാണ്. അങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷനായ ചെങ്ങന്നൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കമംഗളൂരിൽ തുടങ്ങി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അടുത്തൊരു യാത്ര വീഡിയോ അടുത്ത ദിവസം വരാം. അപ്പോഴേക്കും ബൈ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ അവിടെ പറയണേ. ചെങ്ങന്നൂർ എത്തി.